അയ്യോ എസ്കേപ്പ്. ഏയ് കാലി നിക്കവിടെ നിക്കവിടെ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇപ്പൊ നിന്നെ എന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ ശരിയാക്കി കളയും ഞാൻ. എടാ നിക്കവിടെ നിക്ക്. എന്റെ ഏരിയയിലുള്ള കള്ളന്മാരെയൊക്കെ ഞാൻ വെറുതെ വിടും, പക്ഷെ നിന്നെ ഞാൻ വെറുതെ വിടില്ല. എന്താന്നറിയോ നിനക്ക്? കള്ളന്മാര് കാശും പണവും മാത്രമേ മോഷ്ടിക്കുള്ളൂ, പക്ഷെ നീ എന്റെ മനസ്സാ മോഷ്ടിച്ചു കൊണ്ടുപോയതറിയോ? എടി നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു എന്റെ പിന്നാലെ വരരുതെന്ന്? നീ എന്നോട് ഐ ലവ് യു എന്ന് പറയുന്നത് വരെ നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കേ വേണ്ട. നീ ഞാനും തമ്മിൽ പ്രേമിക്കാനോ? എടി നീ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു, ഞാനാണെങ്കിൽ വെറും ലൈറ്റ് ആൻഡ് സൗണ്ട് കാരണം. എങ്ങനെ ശരിയാവും? എനിക്ക് നിന്നോടുള്ള സ്നേഹം ഇന്നും ഇന്നലെ ഒന്നും ഉണ്ടായതല്ല. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അന്ന് ആദ്യമായിട്ട് നീ എന്റെ വീട്ടിൽ വന്നില്ലേ, അന്നേ തോന്നിയതാ എനിക്ക് നിന്നോടുള്ള ഇഷ്ടം. ദയവ് ചെയ്ത് എന്നെ ഒന്ന് ഒഴിവാക്ക്, ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. നിന്നെ ഞാനൊന്ന് കണ്ടിട്ട് 10 ദിവസമായി. എനിക്കൊരു ഉമ്മ തരികയാണെങ്കിൽ നിന്നെ ഞാൻ വിടാം. ഉമ്മ വയ്ക്കാനാ? ആദ്യം മേത്ത് എഴുന്നേക്ക്, എന്നിട്ട് ഉമ്മ. ഓക്കേ. ചക്കപ്പഴം വീണു. എന്നിട്ടാ ഒന്ന് വേഗമാട്ടെ. ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ എനിക്ക് നാണം വരും. നീ കണ്ണടച്ച് പിടിക്കും. അയ്യടാ, കണ്ണടച്ച് പിടിക്കുമ്പോ നൈസായിട്ട് ഇവിടുന്ന് മുങ്ങാനല്ലേ? നിനക്ക് അത്രയ്ക്ക് വിശ്വാസമില്ലെങ്കിൽ എന്റെ ഈ മൈക്ക് പിടിച്ചോ. എന്താ എന്റെ മൈക്ക് എത്ര നിസ്സാരെന്ന് വിചാരിച്ചോ? നിങ്ങൾ ഈ പോലീസുകാർക്ക് ഈ തൊപ്പി എത്ര വലുതാണോ അതിനൊക്കെ വലുത് എനിക്ക് എന്റെ ഈ മൈക്ക്. നീ കണ്ണടക്കി. എന്തെങ്കിലും ആവട്ടെ, വേഗം തരൂന്നേ, വേഗം താ. ഏയ് നിനക്ക് നിന്റെ മൈക്ക് വേണ്ട, ഇന്ന കൊണ്ടുപോ. അത് ഡമ്മി മൈക്കാടി, ഒറിജിനൽ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്, അത് നീ തന്നെ വെച്ചോ. നിന്നെ എപ്പോഴെങ്കിലും എന്റെ കയ്യിൽ തന്നെ കിട്ടും. സൂപ്പർ ഫിഗർ. ഒന്നും മിണ്ടാതിരിക്കടാ, നമുക്ക് വളച്ചെടുക്കാം. ഇത് കുടുംബത്തിൽ പറഞ്ഞ പെണ്ണാന്നാണല്ലോ തോന്നണേ. രാത്രി 12 മണിക്ക് കറങ്ങി അടിച്ച് നടക്കുന്നവളാണോടാ കുടുംബത്തിൽ പറഞ്ഞോള്? അപ്പൊ ഇത് മറ്റേ കേസാണ്. അത് തന്നെടാ, ഇതുപോലെ എത്രയോ എണ്ണത്തിനെ നമ്മൾ കണ്ടിരിക്കുന്നടാ. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ റേറ്റ് എത്രന്ന് പറഞ്ഞിട്ട് കാര്യം കഴിഞ്ഞിട്ട് പോവാൻ നോക്ക്. വെറുതെ എന്റെ അടുത്ത് കളിക്കണ്ട. കളിച്ചാ നീ എന്ത് ചെയ്യോടി? ആരോട് കംപ്ലൈന്റ് ചെയ്യണമെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. നീ ആരടുത്ത് പറയൂ? കളക്ടറോട് പറയോ? കാലിയോട് പറയും. കാലിയോടോ? കാലി നീയോട്ട് എന്താ ബന്ധം? ഞാൻ കാലിയുടെ ലവറാ. ഇത് ആദ്യമേ പറഞ്ഞ പോരായിരുന്നു, അറിയാതെ പറ്റിപ്പോയതാ. എന്തുവാടെ നീ പാട്ട വണ്ടി പണിഞ്ഞോണ്ടിരിക്കുന്നേ? മാമ പോവാം. റിപ്പയർ ചെയ്യട്ടെ, കാറിൽ തന്നെ പോവാം. വേണ്ട കാലി, ഞങ്ങള് രണ്ടുപേരും കൂടെ നടന്നങ്ങ് പൊക്കോളാം. നീ കാറിൽ വാ. ഇന്നെന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. എനിക്ക് എന്തിന്റെ കുറവുണ്ടായിട്ട് നീ അവളുടെ പുറകെ പോയത്? നീ എന്നോട് കള്ളം പറയുന്നോ? നടന്ന സംഭവങ്ങളൊക്കെ ശരിക്കും ഞാൻ അറിഞ്ഞിട്ടാ വരുന്നേ. ഇവിടെയുള്ള ഏതോ ഒരുത്തിയുമായി നീ ഇഷ്ടത്തിലാണെന്ന് ഈ നാട്ടിലുള്ളവരൊക്കെ പറയുന്നുണ്ടല്ലോ. അതെ, പറഞ്ഞാലും എത്ര തെറ്റ്? ഈ ഏരിയയിലുള്ള 6 വയസ്സുകാരിക്കും അതുപോലെ 60 വയസ്സുകാരിക്കും എന്നെ ഇഷ്ടാവും. ഇവിടെയുള്ള അമ്മച്ചിമാർക്കൊക്കെ നിന്നെ ഇഷ്ടമായിക്കോട്ടെ, നിനക്കൊരു ചെറുപ്പക്കാരി ലവർ ഉണ്ടെന്നാണല്ലോ ഞാൻ ഇവിടെ കേട്ടത്. അങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോഴേ എന്റെ ചങ്കാകെ തകർന്നു പോയി. അയ്യേ നേരിട്, എന്റെ പിന്നാലെ നടക്കണ നിന്നെ പോലും ഞാൻ പ്രേമിക്കുന്നില്ല, പിന്നെയാണ് എനിക്ക് അറിയാത്ത ഏതോ ഒരുത്തിയെ. നിന്റെ ഈ തരികിട പരിപാടിയൊന്നും എന്റെ അടുത്ത് ഇറക്കല്ലേ. ഞാനൊരു പോലീസുകാരിയാ, തെളിവില്ലാതെ ഞാൻ സംസാരിക്കില്ല. ഏയ്, നിന്നോട് അവൾ എന്താ പറഞ്ഞേ? അതിങ്ങോട്ട് പറഞ്ഞേ. അതെ അണ്ണാ, രാത്രി വഴി വെച്ച് കണ്ടപ്പോ ആരാണെന്ന് ചോദിച്ചു. അപ്പൊ പറയാ അണ്ണന്റെ ലവറാന്ന്. വീട് വരെ കൊണ്ട് വിടട്ടെന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ പറയാ വേണ്ടാന്ന്. അണ്ണാ നല്ല സുന്ദരിയാ, അണ്ണന് നന്നായിട്ട് ചേരും. എന്നാ പിന്നെ അതിനെ അങ്ങ് ആലോചിച്ചുകൂടെ? ചോവിട്ടിനെ ഇതൊക്കെ നിന്നോട് ചോദിച്ചോടാ. ഇപ്പൊ എന്താ പറയാനുള്ളത്? നിനക്ക് പെണ്ണെ ശരിക്കും അറിയാലോ? അറിയണ അവളെ വീട്. അവളുടെ വീടാന്ന് പറഞ്ഞ വേറെ വീടെന്നെ വീടല്ലേ അയാള് കാണിച്ചു തന്നത്. നിനക്ക് ശരിക്കും തലക്ക് പിടിച്ചോണ്ട് തോന്നുന്നതാ. പെൺകുട്ടികളെ ഏന്ന് വിളിക്കരുത്, മോളേന്ന് വിളിക്കണം. ലേഡീസിനൊരു പ്രോബ്ലം വരാൻ പാടില്ല. അവളുടെ പേരെന്താന്ന് പറഞ്ഞ ഞാൻ ചോദിക്കാം. വാട്ട്സ് യുവർ നെയിം? അത് ഇംഗ്ലീഷിൽ വേണ്ട, ഞാൻ മലയാളത്തിൽ ചോദിക്കാം. ചേച്ചി, അമ്മ. എവിടെ വീട്ടിൽ ആള് വന്നിരിക്കുന്നാണ്ടല്ലേ? ഇറങ്ങി വാ. വെളിയിൽ നിന്ന് അകത്തോട്ടോ.
പോടിത്തരം കാണിച്ചത് അവന്മാരാ. എന്നിട്ട് എന്നെ എന്തിനാ കെട്ടിയിടുന്നത്? നമ്മളോടൊന്നും ചോദിക്കണ്ട. MLA ആൾക്കാരല്ലേ കൈവച്ചേ. കാര്യം കുറച്ച് സീരിയസാ. തന്നെ ചോദ്യം ചെയ്യാനേ മോളിൽ നിന്ന് വലിയ ഓഫീസറാ വരുന്നേ. അതേത് ഓഫീസറാ? നിനക്ക് എത്ര അഹങ്കാരം വരുന്നിട്ടാ നീ ഇങ്ങനൊക്കെ ചെയ്തത്? അവരടിച്ചതുകൊണ്ടാ ഞാൻ തിരിച്ചടിച്ചത്. ഏയ്, നീ ആരെ അടിച്ച എനിക്കെന്താ? ഞാൻ ആ കാര്യമല്ല ചോദിച്ചത്. അന്ന് നിന്നോട് ഞാനൊരു കിസ് ചോദിച്ചപ്പോ നീ എന്താ എന്നോട് ചെയ്തത്? എന്നോട് കണ്ണടച്ച് നിൽക്കാൻ പറഞ്ഞിട്ട് പറ്റിച്ചിട്ട് പോയല്ലേ? ഇപ്പൊ ഒന്നോടി കാണിച്ച മോനെ. അന്ന് എനിക്ക് നീ തരാതെ പോയ മുത്തമുണ്ടല്ലോ, ഇന്നിപ്പൊ ഞാനേ ആലോചിച്ച് ആരുടെ പേര് പറഞ്ഞാലും അണ്ണന്റെ ഇന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. വാ, വന്ന് വണ്ടി കയറ്. സമയം കളയാ, വന്ന് കേറ്. അണ്ണാ, എന്താടാ കാലി? എടാ, കാലി എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? കാലി അവളും തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന് അന്ന് പറഞ്ഞല്ലേ. പിന്നെന്തിനാ ഇവൻ ഇവിടെ പറയാ വരുന്നത്? നമസ്കാരം അണ്ണാ. എന്താ പ്രശ്നം? ഒന്നുമില്ലണ്ണ. പെങ്ങളിങ്ങനെ വരുമായിരുന്നു. അപ്പൊ ഞാൻ പറയായിരുന്നു ഇവിടെ റൗഡികളുടെ ശല്യമുള്ള സ്ഥലമല്ലേ, ഞാൻ വീട്ടിൽ കൊണ്ട് വിടാന്ന് പറയായിരുന്നു. അപ്പോഴത്തേക്കും അണ്ണൻ വന്ന്. എന്നാ പൊക്കോട്ടെ. വീട്ടിലേക്കാണോ? കേറിയിരിക്കും, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഇത് കണ്ടിട്ടാണോ ചിരിച്ചത്? ഒരു മാരേജ് ഫംഗ്ഷൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാ. വാ, കേറിക്കോളൂ. താങ്ക്സ്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇനിയെങ്കിലും കുറച്ച് നേരത്തെ വീട്ടിൽ വരാൻ നോക്ക്. എന്തു പറ്റി? പെട്രോൾ തീർന്നവനെ വഴി. പമ്പിലെത്താനുള്ള പോലും ഉണ്ടാവില്ല. ഇവിടെ പെട്രോൾ ഇരിക്കണ്ടാവോ? അയ്യോ, എന്റെ വീട്ടില് പെട്രോൾ ഒന്നുമില്ല. അല്ല, മണ്ണെണ്ണയാണെങ്കിലും കുഴപ്പമില്ല. ഐശ്വര്യ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളും. ഐശ്വര്യയോ? എന്റെ വണ്ടിയുടെ പേരാ. ശരി, ഞാൻ എടുത്തു തരാം. അകത്തേക്ക് വാ. ആയിക്കോട്ടെ. ഇരുന്നോളൂ. വേണ്ട, കുഴപ്പമില്ല, ഇരുന്നോളൂ. അല്ല, അതൊന്നും സാരമില്ല. കോഫിയാണോ അതോ ചായയാണോ? ഇല്ല, മണ്ണെണ്ണ തന്നാ ഞാൻ പോയേക്കാം. കാറിന് വേണ്ടിയല്ല ഞാൻ ചോദിച്ചത്, നിങ്ങളുടെ കാര്യം. വീട്ടിൽ ആദ്യമായിട്ട് വന്നതല്ലേ, ഞാൻ എടുക്കാം. എന്ത് വന്നാലും ഞാൻ കുടിച്ചോളാം. എന്നാ അവിടെ ഇരുന്നോളൂ. അതൊന്നുമില്ല, അത് അന്ന് പൊട്ടിയതല്ല. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാം. രാവിലെ തന്നെ കംപ്ലൈന്റ് കൊടുത്തതാ. എല്ലായിടത്തും അന്വേഷിച്ചായിരുന്നു. അന്വേഷിക്കാവുന്നിടത്തൊക്കെ അന്വേഷിച്ചതാ. എവിടെയൊക്കെയാണോ സാധാരണ പോകാൻ സാധ്യതയുള്ളത് അവിടെയൊക്കെ അന്വേഷിച്ചതാ. ഒരിടത്തൊന്നും കണ്ടെത്താൻ പറ്റിയില്ല. എന്ത് ചെയ്യുമെന്നും അറിയാൻ പാടില്ല. എന്താ മാമ, എന്ത് പറ്റി? കാലിയെ രാവിലെ എഴുന്നേപ്പിക്കുന്ന കഴുതയെ കാണാനില്ലടാ. കഴുത കാണാതെ പോയാ? എന്താണ് ഇങ്ങനെ എല്ലാരും മായം വിളിച്ചോണ്ടിരിക്കുന്ന? പോയി അന്വേഷിക്കണേ, അല്ലെങ്കിൽ ദിവസവും രാവിലെ വെറുതെ ഇങ്ങനെ അടി വാങ്ങിക്കേണ്ടി വരും. ഒക്കെ പോയി അന്വേഷിക്ക. പെൺകുട്ടികൾ ഇങ്ങനെ അടി വാങ്ങുന്നത് നല്ലതല്ല. മക്കള് പോയി അന്വേഷിക്കേ. മാമ, ഞാനും കുറച്ച് നാളുകൊണ്ട് ശ്രദ്ധിക്കുകയാണ്. വല്ലാത്തൊരു ഭാവമാറ്റം. നീ ലൈനടിച്ച് അങ്ങോട്ടെങ്കിലും പോയതാണോ? ഞാനും അത് തന്നെയാണ് ആലോചിച്ചോണ്ടിരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞേ, അതിന് തുണയായിട്ട് ആൺകഴുത മേടിച്ചു കൊടുക്കാൻ. നീ അത് കേട്ടോ? കഴുതിയാന്ന് പറഞ്ഞാൽ എത്ര കാലം ഒറ്റയ്ക്ക് മാമ ഇരിക്കുമ്പോ വേറെന്തിനും ഒരു കഴുത? ഇത്രയും നാള് കഴുത വാങ്ങിച്ചോണ്ടിരിക്കുന്ന അടി ഇനി നമ്മൾ വാങ്ങിച്ചോണ്ടിരിക്കണം. കാലിയുണ്ടോ ഇവിടെ? ഉണ്ട്. അവൻ കിടന്ന് ഉറങ്ങി എഴുന്നേറ്റില്ല. പുള്ളി ഒന്ന് വിളിക്കാവോ? എഴുന്നേപ്പിക്കാനോ? എന്നാലേ കുറച്ച് വിഷം അങ്ങനെ തിന്ന് ചാവാലോ. എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഞാൻ പോയി വിളിക്കാം. അവന്റെ കയ്യിൽ നിന്ന് കിട്ടാതെ മോക്ക് ഉറക്കം വരൂലേ? അങ്ങനെയൊന്നല്ല, അന്ന് വീട്ടിലെ ഫർണിച്ചറൊക്കെ നശിപ്പിച്ചില്ലേ, അത് നന്നാക്കാൻ ആള് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളറിയാതെ ഇതൊക്കെ അവൻ ചെയ്തിരിക്കുന്നത്. കാലിക്ക് അടിക്കാനല്ലേ അറിയത്തുള്ളൂ, സഹായിക്കാൻ അറിയത്തില്ല. ശരി, എന്നാ ഞാൻ തന്നെ പോയി വിളിച്ചോളാം. അയ്യോ മോളെ, അത് മോട് ഇപ്പൊ അവിടെ നടക്കാൻ പോണ കൂത്ത് എന്താണെന്ന് നമുക്ക് കാണാം. ഏയ് കാലി, കാലി, ഏയ്
നടുവിനിട്ട് ചവിട്ടി കിട്ടിയാ പോലും തിരികെ കിടന്നുറങ്ങും. അപ്പോഴാണ് കാലിയെ കാലിയെ നടന്ന് വിളിക്കണത്. ഇതിലൊന്നും നിൽക്കുമെന്ന് തോന്നുന്നില്ല. നമ്മൾ തന്നെ എഴുന്നേപ്പിക്കേണ്ടി വരും. ഏയ് ആരത്? താങ്ക്സ്. എന്തിനാ താങ്ക്സ്? അത് കാർപ്പൻറ്റർ വന്ന് എല്ലാം റിപ്പയർ ചെയ്തിട്ട് പോയി. അതിനൊരു താങ്ക്സ് പറയാൻ വേണ്ടി വന്നതാ ഞാൻ. എന്നാ ഞാൻ വരട്ടെ. കാലി ഇന്ന് നേരത്തെ എഴുന്നേറ്റല്ലോ. എന്റെ മാമ ഇന്ന് എഴുന്നേറ്റപ്പോഴേ ഐശ്വര്യമുള്ള അവളുടെ മുഖം ഞാൻ. അതുകൊണ്ടെന്ത് പ്രയോജനം? ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. എന്തത്? ആ പെണ്ണിന്റെ തിരുമോന്ത കണ്ടപ്പോഴേ നമ്മളെ തങ്കപ്പെട്ട കഴുത ഓടിപ്പോയി. കഴുത ഓടിപ്പോയതിനും ഈ പെണ്ണിന്റെ മുഖമായിട്ട് യാതൊരു ബന്ധമില്ല. അവൻ കഴുതയുടെ കാര്യം മറന്നുപോയിട്ട് നമ്മുടെ ഭാഗ്യം. ഞാൻ മറന്നാലും നിങ്ങൾ മറക്കാൻ പാടില്ല. നാളെ നേരം വെളുക്കുമ്പോ കഴുത ഇവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ കട്ടിലെടുത്ത് അത്ര നോക്ക്. മറന്നിട്ടില്ല, പണി നമുക്ക് തന്നെ തിരിച്ചു കിട്ടി. എന്തിനാണ് സേട്ട് ഇങ്ങോട്ട് വരുന്നത്? ഞാനറിയാതെ എല്ലാം കൊണ്ടുപോയി പണം വെച്ചോ? ആ വരൂ വരൂ വരൂ, ഇരിക്കും. പിന്നെ എന്താണ് ഈ വഴിക്കൊക്കെ? ഒന്നുമില്ല കാളി, അടുത്ത മാസം എന്റെ മോളുടെ കല്യാണം. നിനക്ക് കോൺട്രാക്ട് തരാൻ വന്നതാ. ചേട്ടനെ പെട്ടെന്ന് കൂൾ ഡ്രിങ്ക്സ് കൊണ്ടുവാ. അതെ, സേട്ട് ഒരു കാര്യത്തിലും ടെൻഷൻ ആവണ്ട. ഷാമിയാന, പന്തലും ലൈറ്റിന്റെ സെറ്റപ്പും സൗണ്ടും അടിച്ചു പൊളിക്കണം. അത് തന്നെ. അതെല്ലാം ഞാൻ വേറെ ആൾക്ക് കൊടുത്തു. നീ വെറും ട്യൂബ് ലൈറ്റ് മാത്രം ഇട്ടാ കൂൾ മതി. ഡ്രിങ്ക്സ് ക്യാൻസൽ. ഒരു കാലി സോഡ കൊണ്ടുവാ. എത്ര ലൈറ്റ് വേണം? അത് കലി 1 കിലോമീറ്റർ ദൂരത്തില് 2 സൈഡിലും ലൈറ്റ് ഇടണം. രാത്രിയില് നല്ല പകല് പോലെ ഇരിക്കണം. ഇന്നാ അഡ്വാൻസ് 10,000 രൂപ വെച്ചു. ബാക്കി ജോലി കഴിഞ്ഞിട്ട് ആ വാങ്ങിച്ചു. കാലി സോഡ ക്യാൻസൽ ചെയ്തിട്ട് നല്ല ചിൽഡ് ബിയർ എടുത്തിട്ട് വാ. ഏയ് നോക്ക്, എനിക്കതൊന്നും വേണ്ട. വർക്ക് നല്ല അടിപൊളിയായിരിക്കണം. ഓക്കെ, നമ്മൾ വരാം. എന്താണ് ഇത്? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. മുമ്പ് 100-200 കൊണ്ട് തന്നിട്ടുണ്ട്. ഇത് എവിടെ നിന്നാണ് ഇത്രയും പണം? ഇത് ആര് തന്നു മോനെ? ഇന്ന് കാലത്തെ ഐശ്വര്യമുള്ളൊരു പെങ്കുച്ചന്റെ മുഖമേ കണ്ടത്. അതിനുശേഷം ആ സേട്ട് വന്നത് എനിക്ക് ഈ ഓർഡർ തന്നത്. പുള്ളിക്കാരൻ തന്ന അഡ്വാൻസ് ചെയ്ത്. നീ പറയുന്ന പോലത്തെ പെണ്ണ് ഈ നാട്ടിൽ എവിടെയാടാ? അതമാ സിനിമയിലെ കോറസ് ഒക്കെ പാടുന്ന പെണ്ണില്ലേ, ജ്യോതി. ഓ, ആ കുട്ടിയാണോ? നീ ശരിയാടാ പറഞ്ഞേ. ആ കുട്ടിയെ കാണുമ്പോ ശരിക്കും മഹാലക്ഷ്മി പോലെയുണ്ട്. ദിവസവും ആ പെണ്ണിന്റെ മുഖം തന്നെ കണി കാണാൻ പറ്റി എന്താവോ? എല്ലാ ദിവസവും ആ കുട്ടിയെ കണ്ടോണ്ടിരിക്കാൻ